ഗൈസ് നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചാൽ അക്ഷയകുമാർ ആലപ്പുഴയിൽ ഒരു കിടിലൻ സ്പോട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകണേ. കിടിലൻ സ്പോട്ട് എന്ന് പറയുന്നത് കിടിലൻ സ്പോട്ട് വെറുതെ അവിടെ ചെല്ലുമ്പോ ഇത് കായലുണ്ടല്ലോ, കായലിന്റെ നടുക്ക് പുന്നമട കായലല്ല, മിണ്ടായി പറയട്ടെ, പുന്നമട കായലിന്റെ നടുക്കായിട്ട് ഒരു ചായക്കട, അതായത് കായലിന്റെ നടുക്ക് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കും. അതെ, ഇതിന്റെ നടുക്കൊരു ചായക്കട എനിക്ക് മനസ്സിലായി. അത് നമ്മള് പോയതല്ല, അല്ലല്ല, വേറെ അക്ഷയകുമാറിന്റെ സ്റ്റോർ ഞാൻ കണ്ടായിരുന്നു. അത് തന്നെ അവിടെ നൈസ് സ്പോട്ട്. അവിടെ വെറൈറ്റി ഫുഡ് ഉണ്ട്. വെറൈറ്റി ഫുഡ് എന്ന് പറയുന്നത് എന്തുവാണ്, മറ്റേ ബീഫ് റോസ്റ്റും പഴംപൊരി. അത് പഴയതാണ്, പക്ഷെ അതിനകത്ത് വേറെ സാധനം ചേർക്കുന്നുണ്ട് ഇതിനകത്ത്. ഇവിടെ വെച്ച് അത് അവിടെ ചെന്ന് ഉലുവപ്പൊടിയായിരിക്കും. അങ്ങോട്ട് പോവാം. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോവാണ് ഗൈസ്. നമ്മള് ബൈപ്പാസ് കയറി പോവാണ്. ഇതിന്റെ പാട്ട് വർക്ക് ഇതിൽ എന്തെങ്കിലും ഒന്ന് പറയാവോ ഗൈസ്? ഒരു നാറിനകത്ത് കയറിയതാ, രോഹിത് എന്ന് പറയുന്ന നാറി, അവനിട്ട് കുളമാക്കി കുത്തി. ഇവരുടെ ഒരു കൂട്ടുകാരൻ കയറിയത് ഒറ്റ കുത്തു. കാട്ടുകോഴി, അവൻ ഇതിനെ കാണാൻ വേണ്ടി കയറിയതാ, കുളമാക്കിയത്. എന്താ അക്ഷയകുമാർ? ഓക്കെ, ഞങ്ങൾ ഇനി പോയിട്ട് അക്ഷയകുമാർ പഴംപൊരിയും ബീഫും ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയന്റ് ഒക്കെ ഇട്ടിട്ടുണ്ടെന്ന് പറയും. ഇല്ലെങ്കിൽ ഞാൻ ശരിയാക്കി തരാം. അക്ഷയകുമാർ ചവിട്ടി കായലിടും. ഓക്കെ, അപ്പൊ കാണും. ബൈ. ഇവിടുന്ന് 3 അപ്പി ഫിസ് വാങ്ങിച്ചിട്ടുണ്ട്. എന്തിനാന്നറിയാവോ? എന്തിനാ ചോദിച്ചപ്പോ പറയടാ. നമ്മുടെ ചെറുക്കനെ കുടിപ്പിച്ചു. അക്ഷയകുമാറിന് ഇത് തുറന്നാ മതി. അക്ഷയകുമാർ കിടക്കും. ഞങ്ങളൊരു റീല് കണ്ട് ഇങ്ങനെ ആപ്പി ഫിസ് ഇവിടുന്ന് ആപ്പി ഫിസ് തുറന്നിട്ട് നമ്മുടെ ഫ്രണ്ട് ഇങ്ങനെ തുറക്കുമ്പോ തന്നെ അടിച്ച് സെറ്റ് ആവുന്ന ഫ്രണ്ടല്ല, അങ്ങനെയല്ല, ആപ്പി ഫിസ് കുടിക്കുമ്പോ തന്നെ നമുക്ക് സെറ്റ് ആവുന്ന ഫ്രണ്ട്. അതാണ് നമ്മുടെ അക്ഷയ. വേറൊരു കഥയുണ്ട്, പിന്നെ പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് ഇത് വർക്ക് ആകുമോ നോക്കാം. അവിടെ പോയിട്ട് നമുക്ക് ഇത് വർക്ക് ആകുമോ നോക്കാം. നിങ്ങൾ അറിയാത്തൊരു കഥയുണ്ട്, കഥ പലതും ഉണ്ട്. പറയും, ഞാനും പറയും. ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങും. ഞാനും തോന്നിയ മാസങ്ങൾ അതിൽ തീരുന്നേ വേണ്ട. അപ്പൊ ഗൈസ് നമുക്ക് ഫിസ് കുടിച്ച് സെറ്റ് ആവാൻ നോക്കാം. ഓക്കെ, അതെ, ഇപ്പൊ എത്തുന്ന് പറഞ്ഞ് കൊറേ ആയി കൊണ്ടുവന്നു. ഇപ്പൊ വഴിയും തെറ്റിച്ച് വേറെ ഏതോ ഊടുവഴിയിൽ കൊണ്ടുപോയല്ലേ. ഞാൻ ഒരു വട്ടം വന്നിട്ടുള്ളൂ. എന്നിട്ട് നല്ല സ്ഥലമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇനി അവിടെ ആ അപ്പച്ചന്മാരോട് ചോദിച്ചപ്പോ പറയും ഇനി 4 കിലോമീറ്റർ ഇനി അങ്ങോട്ട് പോണം. അക്ഷയകുമാർ അവിടെ ഫിസ് അടിച്ച് സെറ്റാക്കി അടുപ്പിച്ച് കിടത്തണം. എനിക്ക് ചോദിക്കാൻ വയ്യ, താനല്ലേ ഞങ്ങളെ കൊണ്ടുവന്നത്. സാധനം കിട്ടുമെന്ന് പറഞ്ഞാൽ ആലപ്പുഴ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്ന ഞങ്ങളെ വിളിച്ചോണ്ട് വന്നു. ഇവിടെ നിന്ന് ഇനി അങ്ങോട്ടൊക്കെ പോണം. നൈസ് സ്പോട്ടാണ്. പക്ഷെ ഇവിടെ ഈ ഏരിയ അങ്ങനെ യൂട്യൂബിലൊന്നും അങ്ങനെ അധികം വന്നിട്ടില്ല. ഞാൻ യൂട്യൂബിലൂടെ എടുത്തില്ല, ഞങ്ങള് ചുമ്മാ വന്നപ്പോഴത്തേക്ക്. ഞാനും കണ്ടിട്ടില്ല, പക്ഷെ കൊള്ളാം. നല്ല അക്ഷയകുമാർ സ്റ്റോറി ഇട്ടായിരുന്നു, അപ്പൊ നൈസ് ആയിരുന്നു. അല്ല, വെമ്പിള്ളാടെ പുറകെ പോയതായിരിക്കും അവിടെ അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് സ്പോട്ടിനി എത്തുവോ എന്തോ. ശരി, പിന്നെ ഞങ്ങള് വഴി തെറ്റിച്ച ഇവിടുത്തെ കാടൊക്കെ. കാടൊന്നും ഇല്ലാന്നല്ലോ അന്ന് വന്നപ്പോ. ഇത് ഉള്ളതാണ് ഇങ്ങനെ ഒരു സ്ഥലം. ഞങ്ങളെ വല്ല തട്ടിക്കൊണ്ട് വന്നതാണോ? നിന്നെ തട്ടിക്കൊണ്ട് എന്നാ കേട്ടാന് എന്റെ വ്യായനകത്ത് കപ്പലെടുത്തോടല്ലാതെ നിന്നെ കണ്ടാലും അറിയാം. കപ്പലെടുത്തോട്ട് വിട്ടായല്ല വേറെ കാണത്തില്ല. ഓക്കെ, എന്നാ പറഞ്ഞ ലീലാവിലാസങ്ങൾ ഞാൻ വെളിപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, നമ്മള് സ്ഥലം എത്തട്ടെ. അതെ, ഏതോ കാട്ടി കൂടെ ഒക്കെ കൊണ്ടുപോവാ. അതെ, നീ കാട്ടിയാതിയുടെ കൂടെ ഇറങ്ങി തിരിച്ച നമ്മളെ പറഞ്ഞാൽ മതിയല്ലോ. ഇതങ്ങനെ ഇങ്ങനെ അല്ലാതല്ലോ താറാക്കൂട്ടം. ഇതാണ് ഇംഗ്ലീഷ് ഡക്ക് എന്ന് പറയും. ഇതാണ് താറാക്കൂട്ടം. അതിന്റെ ഓണർ വന്ന് ജപിക്കുന്നു. സ്ഥലം കൊള്ളാം, നൈസാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. കൊണ്ടുവന്നല്ലേ ഇവിടെ തിരികെ പോകാനല്ലേ. ഇവിടെ കുറെ കളക്ഷൻ ഉണ്ട്. വെമ്പിളരുണ്ടെന്ന് പറഞ്ഞ് ഇവിടെ ചവിട്ടി നിർത്തി. എന്നിട്ട് നീ നിനക്ക് ഫോട്ടോ എടുത്ത് തരാം. എന്താകും പറയുന്നത്. കൊള്ളാം, സ്ഥലം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ ഒരു വ്യൂ അടിപൊളിയായിട്ടുണ്ട്.
എവിടെ ഇരിക്കുക സ്ഥലം നന്നായിട്ടുണ്ട്. ചവിട്ടി വെള്ളത്തിലുണ്ട്. നല്ല ചവിട്ടി വെള്ളത്തിലുണ്ട്. ഇതുവഴി എന്നിട്ട് 4 മണിക്കട അല്ലേ കടയുടെ പേരിട്ട്. ഞങ്ങൾ പിന്നെ ഒരു സ്ഥലത്ത് വഴി തെറ്റിയെന്ന് ചോദിച്ചു. അപ്പൊ കടയിൽ സ്പീഡ് കാണിച്ചപ്പോ തന്നെ അങ്ങോട്ട് നേരെ വിട്ടു 4 മണിക്കടയാണ്. 4 മണിക്കടയാണ്. വെച്ചപ്പോ കട ഏതായിരുന്നു? 4 മണിക്കാറ്റ്. 4 മണിക്കാറ്റ്. പോയിട്ട് 5 മണി ഇല്ല, 4 മണി ആകുമ്പോ അങ്ങോട്ട് പോയാൽ മതി. എത്ര മണി? വെള്ളത്തിൽ ഞാൻ എന്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നേ വെള്ളത്തിൽ പക്ഷെ അവർക്ക് ഇവര് കേട്ടിട്ടില്ല. അതെ സൂം ചെയ്ത് കാണിച്ചേ. അതാണ് വെള്ളത്തിലാശ. ഇവിടെ ഉള്ളവരൊക്കെ പറഞ്ഞതാ വെള്ളത്തിലാശ. അതെന്ന് വെച്ചിട്ടുണ്ടല്ലോ വെള്ളത്തിൽ താഴത്തില്ല, മേളിൽ കൂടെ ഇങ്ങനെ ഓടി കളിച്ച് പോകും. ഭയങ്കര ഞങ്ങളുടെ മാവേലിക്കരയിലൊക്കെ വലുതാണ് ഇത്. പക്ഷെ കൊറേ ഉണ്ട് അവിടെ. വെള്ളത്തിലാശനെ കാണിച്ചു തന്നില്ലെന്ന് പറയുന്നത്. ഓക്കെ, എന്നാ നമുക്ക് പോവാം. അപ്പൊ ചേട്ടാ ബൈ. കാണിച്ചു തന്നില്ലെന്ന് പറയുന്നത്. വെള്ളത്തിലാശനെ കാണിച്ചു തന്നിട്ടുണ്ട്, അപ്പി ഫിസും വാങ്ങിച്ചിട്ടുണ്ട്. അറ്റ് ലാസ്റ്റ് നമ്മള് സ്പോട്ട് എത്തി. അത് കൊള്ളായിരുന്നു. ഹായ് കള്ളകുമാർ ഞങ്ങളാ വഴി തെറ്റി. 4 മണിക്കട. ഇവൻ ഞാൻ കഴിഞ്ഞ ദിവസം കേട്ടോ ഇവിടെ വരുന്നത്. ഇതാണ് കട. എനിക്ക് 2 മതി. ഒരു പ്ലേറ്റ് 2. ഒരു സെറ്റ് വേണം. ഒരു ബീഫും 2 പഴംപൊരി. എത്രയാണ്? 2 ഏത്തയ്ക്കാപ്പം ഒരു സൈഡും കൂടെ 60 രൂപ. അങ്ങനെ വേണോ അതോ? ഞങ്ങളുടെ അതാണ് ഒരു സെറ്റ്. എന്താ പൊറോട്ട എടുത്തു. സ്പെഷ്യൽ സാധനം ഉണ്ടെന്ന് തോന്നുന്നു. ഇതാണ് സ്പെഷ്യലി. ഈ വൈബും ഈ കായലോരവും ഈ ബീഫ് ഫ്രൈയും ആണ് സ്പെഷ്യൽ. ആലപ്പുഴന്ന് വാങ്ങിച്ചിട്ട് അത് ഹോട്ടലിൽ പോയി. ആലപ്പുഴ നിന്റെ വീട്ടിൽ നിന്ന് കഴിച്ച വീഡിയോ കിട്ടുവോ? വീട്ടിൽ നിന്ന് ബീഫും പൊറോട്ടയും വാങ്ങിച്ചിട്ട് നമ്മളത് ഹോട്ടലിൽ പോയിരുന്നു കഴിക്കാം. നീ പോയി കഴിച്ചു. ഞാൻ സംഗീതമായിട്ട് വന്നോളാം ഇനി. നമ്മുടെ ഇവിടുത്തെ പഴംപൊഴിയും ബീഫും കഴിഞ്ഞത് അപ്പി ഫീസ് ഒക്കെ അടിച്ച് അപ്പി ആയിട്ട് ഫീസ് അടിച്ച് അക്ഷയകുമാർ. ഞാൻ ഒരു സ്റ്റോറി പോലെ ഇച്ചവ ഫസ്റ്റ് നിനക്കുള്ള കപ്പ്, ഞാൻ സെക്കൻഡ്. അക്ഷയകുമാർ എന്നിട്ട് തീർത്തില്ല, ബാക്കി കളഞ്ഞു. ഒരു മറ്റേ 250 ml അപ്പി ഫിസ്. ഇനിയിപ്പോ അങ്ങനെ പറ. നല്ല കൊള്ളായിരുന്നു. വെറും വയറ്. അവിടുന്ന് പൊറോട്ടയും ബീഫ് ഇപ്പൊ തട്ടി കയറ്റി അക്ഷയകുമാർ. ഫസ്റ്റ് അടിച്ചവർക്ക് ഗിഫ്റ്റ് ഉണ്ട്. അത് ഓൾറെഡി ഫ്രെയിംഡ് ആണ് മോനെ. ആണല്ലേ? സംസാരം കേട്ടാ ആടി ഉലയുന്നു തേങ്ങാക്കുലകൾ ആടി ഉലയുന്നു. അപ്പം അടിപൊളിയായിരുന്നു. സ്പോട്ട് കൊള്ളാം കേട്ടാ. നമ്മുടെ കെടങ്ങറ, ഇവിടുന്ന് കെടങ്ങറ ഒരു 5.5 കിലോമീറ്റർ. അതവിടെ എഴുതി വെച്ചിട്ടതാ, എനിക്കറിയത്തില്ല. ഓക്കെ, ബൈ ബൈ ബൈ.